നടൻ മോഹൻലാൽ എം.ടിയെ കണ്ട ശേഷം ഇപ്പോൾ സിത്താരയിൽ നിന്നും ഇറങ്ങുകയാണ്. എം.ടി അവസാനമായി ഒരു നോക്കു കണ്ട് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് ഇപ്പോൾ മോഹൻലാൽ സിത്താരയിൽ നിന്നും ഇറങ്ങുകയാണ്. മാധ്യമങ്ങളെ കാണുന്നുണ്ട് പ്രിയ നടൻ. അദ്ദേഹം എം.ടി അനുസ്മരിക്കുകയാണ്. ഒരുപാട് വർഷത്തെ ബന്ധവും എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ തന്നിരിക്കുന്ന ആളുമാണ്. 2 ദിവസം അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ എനിക്ക് അഭിനയിക്കാനും സാധിച്ചു. അമൃതംഗമയ എന്ന ചിത്രത്തിൽ വളരെയധികം ഒരുപാട് പ്രാവശ്യം കാണുന്നില്ലായിരുന്നെങ്കിലും വളരെയധികം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓളവും തീരവും എന്നുള്ള ചിത്രമാണ്. അപ്പം ആ സെറ്റിൽ അദ്ദേഹത്തിന് വരികയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ നാടകങ്ങൾ കാണാനായിട്ട് അദ്ദേഹം ബോംബെയിൽ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സംസ്കൃത നാടകങ്ങൾ കാണാനായിട്ട് കാലിക്കറ്റ് വരുമ്പോൾ ചിലപ്പോൾ കാണുമായിരുന്നു. ബേബി മറൈൻസ് ബാബുച്ചായൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കാണുമായിരുന്നു. ഞാനെന്താ പറയാനാണ്, മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരൻ, ചലച്ചിത്രകാരൻ. അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചൊരാളാണ്. അറിയാം, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ വിളിച്ച് അന്വേഷിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ അത് സിനിമയെ കുറിച്ച് സംസാരിക്കുന്നില്ല. നേരത്തെ ശ്രീകുമാരൻ പറഞ്ഞത് മോഹൻലാൽ ഇപ്പോൾ എം.ടിയുടെ വിയോഗത്തിൽ തന്റെ അനുസ്മരണം കുറിക്കുകയായിരുന്നു. എം.ടിയുമായിട്ടുള്ള തന്റെ ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ചാണ് നടൻ മോഹൻലാൽ വ്യക്തമാക്കിയത്. 4 പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് മോഹൻലാലും എം.ടിയും തമ്മിൽ. 80കളുടെ പകുതിയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ഓളവും തീരവും എന്ന കഥയ്ക്ക് മോഹൻലാൽ അഭിനയിക്കുന്നത് വരെ എത്തി നിൽക്കുന്നു. എം.ടിയുടെ സ്ക്രിപ്റ്റ്, സംവിധാനം ഒക്കെ ആയിട്ടുള്ള നടൻ മോഹൻലാലിന്റെ ബന്ധം. കെ.സി. ബിബിൻ ചേരുന്നുണ്ട്. കെ.സി., ഇപ്പോൾ മോഹൻലാൽ എം.ടിയെ അനുസ്മരിച്ച് ഇറങ്ങുകയായിരുന്നു. വല്ലാത്തൊരു ഘട്ടമാണ്. മോഹൻലാലും മമ്മൂട്ടിയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ച് അഭിനയിക്കുന്ന ആ സിനിമാ വാർത്തകൾ ആഘോഷിക്കപ്പെടുന്ന കാലത്ത് നമ്മൾ ഓർക്കേണ്ടത്, മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച് അഭിനയിച്ച എത്ര സിനിമകൾക്കാണ് എം.ടി തിരക്കഥയൊരുക്കിയിട്ടുള്ളത്. അത് ഉയരങ്ങളിലാണെങ്കിലും അടിയൊഴുക്കുകളാണെങ്കിലും ആൾക്കൂട്ടത്തിൽ തനിയെയാണെങ്കിലും ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അനുബന്ധമാണെങ്കിലും ഒക്കെ എത്ര സിനിമകൾക്കാണ് മോഹൻലാൽ മമ്മൂട്ടിയും ഒരുമിച്ച സിനിമകൾക്ക് എം.ടി എഴുതിയിരിക്കുന്നു.